ബാക്ക് ടു അഷ്ടമി. നിങ്ങൾ അത്യാവശ്യം കുറച്ച് നാളായിട്ട് ചോദിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്റെ മുടിക്ക് എങ്ങനെയാണ് നീളം വെച്ചത്, ഞാൻ മുടിക്ക് എന്തൊക്കെയാണ് ചെയ്തത്, ഞാൻ ഏത് എണ്ണയാണ് യൂസ് ചെയ്തതെന്നൊക്കെ. അപ്പൊ ഞാൻ പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, അത് പറയുന്നില്ലായിരുന്നു. ഏതെണ്ണയാണ് ഈ ഉപയോഗിക്കുന്നതൊക്കെ കമന്റ് സെക്ഷനിൽ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്നൊക്കെ പറയുമായിരുന്നെങ്കിലും എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. കുറെ ആയിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രകൃതിക്ക് അത്ര ഇഷ്ടമല്ലാന്ന്. കാറ്റും വഴി അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല, എന്തോ ഒരു പ്രശ്നം. എന്നൊക്കെ ഞാൻ ഈ ഹെയർ ഓയിലിന്റെ വീഡിയോ എടുക്കാന്ന് വെച്ചാലും എന്തേലും ഒക്കെ തടസ്സം ഉണ്ടാവും. അങ്ങനെ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തത് തന്നെ കഴിഞ്ഞ ഏപ്രിലായിരുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ആയി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട സമയം. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും മാസം ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ ഡയലോഗ് അടിച്ച് കൊളാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നതെന്ന് വെച്ചാല് നമ്മളുടെ വീട്ടില് ഡോർ തുറന്ന് കേറി വരുന്ന സ്ഥലമില്ലേ, ആ സ്റ്റെപ്പൊക്കെയുള്ള അവിടെയാണ് നിൽക്കുന്നത്. കാര്യം എനിക്ക് അറിയില്ല ഇത് എവിടെ വെച്ചിട്ട് എടുക്കണം എന്ന്. റൂമിൽ വെച്ചാൽ ഇപ്പൊ കുറെ വീഡിയോ എടുത്തു. പുറത്ത് വെച്ചെടുക്കാന്ന് വെച്ചാൽ എന്റെ ദൈവമേ ഇവിടുത്തെ ഇപ്പൊ ചൂടുണ്ടല്ലോ, തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ ഇങ്ങനെ പൊള്ളിയിട്ടായിരിക്കും വരുന്നത്. ബസ്സിൽ കയറുമ്പോഴേക്കും കുറച്ച് ആശ്വാസമാണ്. പക്ഷെ റോഡിലൊക്കെ നടന്നു വരുമ്പോണ്ടല്ലോ അയ്യോ ഉരുകാണ് മനുഷ്യൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇല്ലേ പുറത്തൊക്കെ വെച്ചെടുക്കാന്ന് വെച്ചിട്ട് പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും എന്റെ ദൈവമേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടും വീലും. അപ്പൊ പിന്നെ ഞാൻ ഓടികത്ത് കയറി. അപ്പൊ കുറച്ച് നേരമായിട്ട് ഇവിടെ നിൽക്കും നോക്കി കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് അകത്ത് പോയിരുന്നിട്ട് സംസാരിക്കാം. മുടി ഞാൻ എങ്ങനെ വളർത്തിയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ള മുടിയും ഞാനുമായിട്ടുള്ള ആ ഒരു ബന്ധം പറയണം, എന്നാലൊരു ഫ്ലോ കിട്ടും. വിഷമിക്കണ്ട, പെട്ടെന്ന് തന്നെ ഞാൻ അധികം ബോറടിപ്പിക്കാതെ പറഞ്ഞു തീർക്കുന്നതായിരിക്കും. പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ മുടി വളരാനായിട്ട് ചെയ്ത കാര്യങ്ങളിൽ എന്തൊക്കെ വർക്കായില്ല എന്ന് കൂടി പറഞ്ഞുതരാം. അപ്പൊ എന്റെ മുടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങാം. അന്നൊക്കെ എന്റെ മുടി ഇത്ര വെച്ചിട്ട് കട്ട് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കാം. ഞാനും പറയുന്ന ഓരോ കാലഘട്ടത്തിലെ ഫോട്ടോസ് കിട്ടുന്ന എല്ലാം ഞാൻ ഇവിടെ അവിടെ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കുന്നതായിരിക്കും. അതിന്റെ ഇടയ്ക്കൂടെ മറ്റേ ഐസ്ക്രീം വണ്ടി പോകുന്നു, കുറെ പിള്ളേരൊക്കെ ഇറങ്ങി ഓടുന്നു. കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ മുടിയുടെ കഥയൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞത് 3ാം ക്ലാസ് 4ാം ക്ലാസ് ആ സമയത്തൊക്കെ ഇത്രയായിരുന്നു മുടി ഉണ്ടായിരുന്നത്. അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാല് എനിക്കാണെങ്കിലും പേഴ്സണലി മുടി വളർത്തുന്നതിനോട് വലിയ താല്പര്യമില്ല. എന്താന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം എനിക്കത് സ്വന്തമായിട്ട് മറ്റിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനും നോക്കി സൂക്ഷിക്കാനൊന്നും എനിക്ക് അറിയില്ല. മുടി വളർത്താൻ താല്പര്യമില്ലാത്തതിന്റെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ പഠിച്ച സ്കൂളിൽ കുറച്ച് മുടിയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കെട്ടിപ്പിക്കും. നമ്മളിത് ഇവിടെ വെച്ചാൽ കട്ട് ചെയ്തെന്ന് വെച്ചു, അതുവരെ 2 സൈഡിൽ കെട്ടിപ്പിക്കും. ആ മുടി ഇത്തിരി ഒന്ന് വളർന്നത് ഇത്രയെങ്കിലും ആവുകയാണെന്നുണ്ടെങ്കിൽ അത് തിന്നിട്ടിട്ട് വരാൻ പറയും. അപ്പൊ ഒന്നാമതേ രാവിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 7:45 സ്കൂൾ ബസ് വന്നോണ്ടിരുന്നത്. അപ്പൊ അത്രയും നേരത്തേക്ക് നമ്മൾ റെഡി ആവണമല്ലോ. ഒന്നാമതേ ഫുഡൊക്കെ കുത്തിക്കേറ്റൊക്കെ കഴിച്ച് ഓടുമായിരിക്കും ചെയ്യുന്നത്. അതിന്റെ കൂടെ മുടിയൊക്കെ അവിടെ നിന്ന് പിന്നെ അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ എപ്പോഴും കട്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ എന്റെ മുടി വളർത്താൻ എനിക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നെങ്കിലും എന്റെ വീട്ടുകാർക്കും ഭയങ്കര താല്പര്യമായിരുന്നു വളർത്താനായിട്ട്. ഞാൻ എപ്പോഴൊക്കെ മുടി വെട്ടാൻ പോയാലും എന്റെ വീട്ടിൽ ഒരു അടി നടന്നിരിക്കും. അമ്മയും അമ്മൂമ്മയായിട്ട് ഞാൻ ഒരു യുദ്ധമായിരിക്കും അവിടെ. കാര്യം അവർക്ക് രണ്ടുപേർക്കും ഞാൻ മുടി വളർത്തണം, എനിക്ക് മുടി വളർത്തണ്ട. അങ്ങനെ മുടി വളരുമ്പോഴെല്ലാം വെട്ടിക്കൊണ്ടേയിരിക്കായിരുന്നു. അങ്ങനെ 7th എത്തിയപ്പോ എന്തോ ബാധ കയറുന്ന പോലെ എനിക്ക് തോന്നി മുടി അങ്ങ് വളർത്തണം എന്ന്. എന്തുകൊണ്ടാ പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത വന്നെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും, ആരുടെങ്കിലൊക്കെ മുടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ എന്റെ വീട്ടുകാർക്ക് ഈ മുടി ഭയങ്കര ഇഷ്ടമായോണ്ട് അമ്മയുടെ സ്ഥിരം ഡയലോഗ് ആയിരുന്നു, മുടിയുള്ള പെങ്കുച്ചിനെ കണ്ട അമ്മ ആദ്യനോട് പറയും കണ്ടുപിടിക്ക്, എന്റെ മുടി കണ്ടോ കണ്ടുപിടിക്ക്, അങ്ങനെയൊക്കെ. അങ്ങനെ പെട്ടെന്ന് 7th എത്തിയപ്പോഴേക്കും എനിക്ക് മുടി വളർത്താനായിട്ട് തോന്നി. അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേക്കും അവിടെ ഒരു എണ്ണ ഇരിക്കുന്നു. ആ എണ്ണയുടെ പേര് ശരിക്കും എനിക്ക് അറിയില്ല, എന്തോ ഒരു സാൻസ്ക്രിറ്റ് നെയിം അങ്ങനെ എന്തോ ആയിരുന്നേ. അതിന്റെ ബോട്ടിലിന്റെ കളർ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഗോൾഡും ബ്രൗണും കൂടി വരുന്നതായിരുന്നു. അതിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു ഷാമ്പുവും കിട്ടും. ആ എണ്ണ ഇപ്പൊ എവിടെ അവൈലബിൾ അല്ല, ഞാൻ കുറെ നോക്കിയായിരുന്നു. അന്ന് അങ്ങനെ ഈ എണ്ണ ഇരിക്കുന്നുണ്ടപ്പോ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചേച്ചി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഈ എണ്ണ തേച്ചാൽ മുടി ഇങ്ങനെ നിലത്ത് വരെ വളരുമെന്നും ഭയങ്കരമായിട്ട് ഉള്ളൊക്കെ വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ എണ്ണയെ വാങ്ങി വീട്ടിൽ വന്നു. ആ ഒരു സമയത്ത് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള എന്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ആദ്യമേ എന്തെങ്കിലുമൊക്കെ കഴിക്കും, എന്നിട്ട് അവിടെയൊക്കെ വായി നോക്കി പുറത്തൊക്കെ നടക്കും. പിന്നെ രാത്രി ആവുമ്പോ അമ്മയും അമ്മൂമ്മയും കൂടി സീരിയലൊക്കെ കാണാനായിട്ട് ഇരിക്കുമ്പോൾ ഞാനും കൂടെ പോയി ഇരിക്കും. അപ്പൊ അമ്മ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്ത് തരുമായിരുന്നു. അന്ന് ഞാൻ ചെയ്തോണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാത്രിയിൽ എണ്ണ തേക്കും. എല്ലാ ദിവസവും രാത്രിയിൽ എണ്ണ തേക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ദിവസവും എണ്ണ തേക്കുന്നത് നല്ലതാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. എന്ന് രാത്രി എണ്ണ തേക്കും, എന്നിട്ട് രാവിലെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കുളിക്കുമ്പോൾ അതിന്റെ തന്നെ ഷാമ്പു ഉണ്ടല്ലോ, അതിട്ടിട്ട് നന്നായിട്ട് ഷാമ്പു ചെയ്തിട്ടായിരിക്കും പോവുക. അതൊക്കെ എനിക്ക് കുളിക്കാതെ രാവിലെ സ്കൂളിൽ പോകുന്ന ഇഷ്ടവേ അല്ല. പക്ഷെ ഇപ്പൊ ഞാൻ കുളിക്കാറേ ഇല്ലെന്നല്ല, കുളിക്കാറുണ്ട്. പക്ഷെ രാവിലെ എനിക്ക് കുളിച്ചിട്ട് ഒരിടത്തും പോകാൻ പറ്റില്ല. കാര്യം രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അന്ന് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിക്കാതെ സ്കൂളിൽ പോയില്ല. അപ്പൊ ഞാൻ രാത്രിയിൽ എണ്ണ തേക്കുന്നു, കിടന്ന് ഉറങ്ങുന്നു, രാവിലെ എഴുന്നേറ്റ് ആ ഷാമ്പു ഒക്കെ ചെയ്തിട്ട് സ്കൂളിൽ പോകുന്നു. എണ്ണ തേച്ചിട്ട് രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്നത് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അന്ന് നമ്മൾ അങ്ങനെ ചെയ്തു. എന്താണെങ്കിലും മുടി നന്നായിട്ട് നീളം വെച്ചു. അപ്പൊ നമ്മൾ പിന്നെയും ഈ ഒരു എണ്ണയും ഈ ഒരു ഷാമ്പു വാങ്ങിക്കാനായിട്ട് തുടങ്ങി. എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു സമയത്ത് 7th പഠിച്ചപ്പോ അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നു മുടിയിൽ. സ്കൂളിൽ പോകുമ്പോൾ ഞാൻ മുടി പിന്നിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഇത്രയൊക്കെ കാണാൻ പറ്റുന്നില്ല അല്ലേ, അത്രയും ഇതിനെക്കാട്ടിലും മുടി ഞാൻ പിന്നിട്ട് കഴിയുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ ഇരിക്കുമ്പോ അഹങ്കാരമാണല്ലോ. അങ്ങനെ 8th ആയപ്പോഴേക്കും അത്രയും ലെങ്ത് ഉണ്ടായിരുന്ന മുടി ഞാൻ വെട്ടി അങ്ങ് മുകളിലേക്ക് കയറ്റി. അത് കഴിഞ്ഞ് 9th ആയപ്പോഴേക്കും പിന്നെയും കുറച്ചൊക്കെ വളർന്നു വന്നു. ഞാൻ ആ സമയത്തൊക്കെ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു
നമുക്ക് കോമ്പറ്റീഷൻസിനൊക്കെ നമുക്ക് ഒരുങ്ങുമ്പോൾ തിരുപ്പം നമ്മൾ എന്തായാലും മറ്റേ പിന്നാനായിട്ട് വെക്കും. പക്ഷെ എന്തായാലും നമുക്ക് കുറച്ച് മുടിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലയില്ലേ? അല്ലെങ്കിൽ കുഞ്ഞു മുടിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടേക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കുമല്ലോ. അപ്പൊ പിന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം പറയാൻ തുടങ്ങി. ഡാൻസ് കളിക്കുമ്പോൾ മുടിയില്ലെന്നുണ്ടെങ്കിൽ ഭംഗിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരോട് പറയാൻ, ആര് കേൾക്കാൻ. അങ്ങനെ 9th ആയപ്പോ അത്യാവശ്യം മുടിയൊക്കെ കിളിച്ച് വന്നേയിരുന്നു. പിന്നെ അഹങ്കാരമാണല്ലോ മെയിൻ. 10th ആയപ്പോഴേക്കും ഇവിടെ വെച്ച് ഞാൻ വെട്ടി, അതായത് ചെവിക്ക് കുറച്ചുകൂടി മുകളില്. സത്യം പറഞ്ഞ ബോയ്സിനെ പോലെ കട്ട് ചെയ്ത് തരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ അങ്ങനെയും കൂടെ ചെയ്ത് കഴിഞ്ഞ് എന്നെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോഴേക്കും ഞാൻ ഇത്രയും വെച്ചിട്ട് വെട്ടാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ വെട്ടി തന്നയാരാണ്? അമ്മ ഇതൊക്കെ ചെയ്തു തരികയും ചെയ്യും. പിന്നെ അമ്മേനോട് മിണ്ടത്തില്ല. കാര്യം അമ്മയ്ക്ക് ഇഷ്ടമല്ല വെട്ടാനായിട്ട്. ഞാൻ പിന്നെ കിടന്ന് വാശിയൊക്കെ പിടിച്ചിട്ടാണ് വെട്ടിപ്പിക്കുന്നത്. അങ്ങനെ 10th അന്ന് അത്രയും ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്റെ മുടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് ലെങ്ത് വെക്കുന്നതാണ്. അങ്ങനെ കോളേജിൽ കയറി സ്ഥിരമായിട്ട് കളർ ചെയ്യാൻ തുടങ്ങി. കോളേജിൽ പഠിച്ചപ്പോൾ മാത്രം ഞാൻ കുറെ പ്രാവശ്യം മുടി കളർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ സമയത്തും ഇതേ പരിപാടി തന്നെയായിരുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം പെട്ടെന്ന് കിളിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വെട്ടുന്നു വളർത്തുന്നു അങ്ങനത്തെ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഒരു കസിന്റെ കല്യാണം വന്നു. ഈ കല്യാണത്തിന്റെ ഒരു 2 മാസം മുമ്പായിട്ട് ഞാൻ എന്റെ മുടി കൊണ്ട് വെട്ടി. മുടി കൊണ്ട് വെട്ടിയതല്ല കേട്ടോ, ഞാൻ വീട്ടിൽ തന്നെ ഒന്നെങ്കിൽ ഞാൻ തന്നെ വെട്ടും, അല്ലെങ്കിൽ അമ്മയായിരിക്കും കട്ട് ചെയ്ത് തരാം. ഞാൻ അങ്ങനെ പാർലറിൽ പോയി മുടി കട്ട് ചെയ്തിട്ടുള്ളത് ഭയങ്കര കുറവാണ്. പിന്നെ ഞാൻ ഈ ബ്യൂട്ടി പാർലറിലൊന്നും പോകാറില്ല. അത് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ Q&A ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കല്യാണത്തിനാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ ഫേഷ്യല് അല്ലെന്നുണ്ടെങ്കിൽ ത്രെഡിങ് ഒരു സാധനങ്ങളും ഞാൻ കല്യാണത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ത്രെഡ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. ഫേഷ്യൽ ഒന്നും ഞാൻ എന്റെ ജന്മത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ മുടിയും കൂടെ വെട്ടാനായിട്ട് മാത്രം ഞാൻ എന്തിനു പോകുന്നു എന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ തനിയെ ഇതൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പിന്നെ അമ്മ കട്ട് ചെയ്ത് തരും, അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പറഞ്ഞു അത് കസിന്റെ കല്യാണം. അപ്പൊ ഈ മുടി വെട്ടിയപ്പോ തന്നെ അമ്മ ചോദിച്ചു, 2 മാസം കഴിയുമ്പോ തന്നെ കല്യാണം ഇല്ലേ? ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ധാവണിയായിരുന്നു ഉടുക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അമ്മ ഒരു ധാവണിയൊക്കെ ഉടുക്കുമ്പോ പെൺപിള്ളേർക്ക് നല്ല മുടി ഉണ്ടെങ്കിൽ ഭംഗിയുള്ളൂ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണല്ലേ, മുടി ഉണ്ടായിരുന്നു കുറച്ചുകൂടെ ഭംഗിയാവും. പിന്നെ എന്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ട്, 2 മാസം സമയമുണ്ട്, അതിനുള്ളിലേക്ക് അങ്ങ് വളർന്നു വരുമായിരിക്കും. ഭയങ്കര ലെങ്ത് ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം ഒരു ലെങ്ത് വെക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഇരുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇവിടെ എന്തോ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, കല്യാണമായി, മുടി വളർന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി കിട്ടിയത്. കാര്യം കല്യാണത്തിന്റെ ഫോട്ടോസ് ഇപ്പോഴും ഞാൻ നോക്കുമ്പോ ഇങ്ങനെ വല്ലാണ്ട് ഞാൻ ദുഃഖിക്കാറുണ്ട്. കുറച്ചുകൂടെ മുടി ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി ഭംഗിയൊക്കെ ഉണ്ടായിരുന്നേന്നൊക്കെ. അതിന്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം. എന്തെങ്കിലും മുടി ഇല്ലായിരുന്നു ആ സമയത്ത്. മുടിയില്ലായിരുന്നു, പക്ഷെ തീരെ മുടിയില്ലാന്നല്ല, ഞാൻ കട്ട് ചെയ്ത പരുവത്തിൽ തന്നെ കിടക്കായിരുന്നു. ഒരു തുള്ളി പോലും വളർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു 2 മാസമല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ നാൾ കൊടുക്കാം, അപ്പോഴേക്കും വളരുമായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് മാസം അല്ലല്ല, അതിനു മുമ്പ് എന്റെ പെണ്ണുകാണൽ ഉണ്ടായിരുന്നു. എന്റെ എൻഗേജ്മെന്റ്, പെണ്ണുകാണൽ, ഈ കസിന്റെ കല്യാണം എല്ലാം ഒരു വർഷമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ പെണ്ണുകാണലിന് എല്ലാവരുടെ വീട്ടിലോട്ട് വരുന്ന പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ച അതായിരുന്നു, മുടിയില്ലല്ലോ, ഞാൻ ഏത് സമയത്താണോ ഈ മുടി കണ്ട് വെട്ടിയത്. കാര്യം അവിടെ നിന്നുള്ള ആളുകളൊക്കെ വരുമ്പം ആദ്യം നോക്കുന്നത് പെണ്ണിന്റെ മുടിയായിരിക്കും. ഇപ്പൊ നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല, ഞാനാണെന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യില്ല. പക്ഷെ പ്രായമായിട്ടുള്ള ആളുകൾ ആദ്യം നോക്കുന്നത് പെൺപിള്ളാരുടെ മുടിയാണല്ലോ. ഈ കൊച്ചിന് മുടിയുണ്ട്, കൊള്ളാം, അങ്ങനെയൊക്കെ നോക്കുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കാൻ തുടങ്ങി, അവിടുന്ന് വരുന്നവരൊക്കെ എന്റെ മുടി നോക്കുമായിരിക്കും അല്ലേ, അപ്പൊ പറയുമായിരിക്കും പെണ്ണിന് മുടി കുറവാന്നൊക്കെ. അങ്ങനെ പെണ്ണുകാണലിൽ വന്നപ്പോ എനിക്ക് മുടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയി എൻഗേജ്മെന്റ് ആയി. എൻഗേജ്മെന്റ് ആയപ്പോഴും എന്റെ ഒരു പ്രതീക്ഷ അത്രയും മാസം ഇല്ലേ വളരുവായിരിക്കും എന്നൊക്കെ. എവിടുന്ന് എൻഗേജ്മെന്റിന് മുടി വളർന്നിട്ടില്ല. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അല്ല, പണി കിട്ടി എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതല്ല, എന്തോ പ്രശ്നമുണ്ട്, കാര്യമായിട്ട് എന്തോ ഹെയറിന് പ്രശ്നം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനല്ല എന്റെ മുടി പെട്ടെന്ന് തന്നെ വളരുന്നതാണ്. ഇത്ര മാസം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 1 year എടുത്തു, എന്നിട്ട് മുടി വളരുന്നില്ല. കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പിന്നെ പഠിച്ച പണി 18 ചെയ്യാൻ നോക്കി. ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പല പല കാര്യങ്ങൾ ഞാൻ ചെയ്തു, ഒന്നും വർക്കായില്ല. അപ്പൊ ഇതാണ് എന്റെ ഒരു ഹെയർ ഗ്രോത്തിന്റെ ഒരു ജേർണി, അല്ലെങ്കിൽ ചെറുപ്പം തൊട്ട് ഈ മുടി വളർത്തിയതിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കുന്ന കാണാം, എന്നിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറി എങ്ങനെ അതിലേക്ക് വന്നു എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് എണ്ണ ഉണ്ടാക്കാം അല്ലേ. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വീഡിയോ കുറെ ആയിട്ട് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കെന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ഇത് എടുക്കാൻ പറ്റാതെ, എന്താണ് തടസ്സം എന്ന്. പക്ഷെ ഇത്ര മാസമായിട്ട് എപ്പോഴൊക്കെ ഞാൻ സമയം കിട്ടുമ്പോ വിചാരിച്ചാലും നടക്കുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്നിരുന്ന് അവസാനം ഞാൻ മുടി ചെറുതായിട്ടൊന്ന് വെട്ടിയായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വെട്ടാൻ ഏൽപ്പിച്ചത് നമ്മുടെ സ്വന്തം ചേട്ടനായിരുന്നു. ആ മനുഷ്യൻ വന്നിട്ട് മുടി വെട്ടാൻ പറഞ്ഞപ്പോ ഇത്ര മാത്രം വെട്ടിയിട്ട് പോയിക്കുന്നത്. ഞാൻ മറ്റേ ഇതിൽ നല്ലത് ഞാൻ തന്നെ വെട്ടുന്നതായിരുന്നു എന്നൊക്കെ. അങ്ങനെ എന്തായാലും ഞാൻ മുടിയും വെട്ടി ചെറുതായിട്ടൊന്ന് കളറും ചെയ്തായിരുന്നു. അതും എന്റെ അടുത്തൊരു അഹങ്കാരത്തിന്റെ ഭാഗമാണ്. കാര്യം ഇപ്പൊ എന്നെ തന്നെ കണ്ടിട്ട് കണ്ണാടി വെക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. അപ്പൊ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്തു. ഈ മുടി വെട്ടുന്നതിനും കളർ ചെയ്യുന്നതിനും മുമ്പായിട്ട് തന്നെ ഈ ഒരു വീഡിയോ എടുക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം പറ്റിയില്ല. അപ്പൊ ഞാൻ എന്തായാലും മുടി വളർത്താനായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളും അതിൽ വർക്കായ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഞാൻ മെയിൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മളിപ്പോ ചോറ് അങ്ങോട്ട് വേവിച്ചെടുക്കുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ആ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ ഉലുവയിടും. ഉലുവയിട്ടിട്ട് ഞാനൊരു ഓവർനൈറ്റ് അങ്ങനെ തന്നെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കും. ആ സാധനം പിറ്റേന്ന് ഞാൻ എടുത്തിട്ട് അരിക്കും. അതായത് ആ കഞ്ഞിവെള്ളം ആ ഒരു ഉലുവയിലിട്ടത് അരിച്ചെടുത്ത് ആ വെള്ളം ഉള്ളത് ഞാൻ മാറ്റി ഒരു സ്പ്രേ ബോട്ടിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കും. അവസാനം ബാക്കി വരുന്ന ഉലുവ ഉണ്ടല്ലോ, അത് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ട് തലയിൽ ഏതേലും ഒരു എണ്ണ തേക്കും. എന്നിട്ട് ഈ ഒരു
പാക്ക് ഞാൻ തലയിലിടും. എന്നിട്ട് കുറച്ചു നേരം അത് വെയിറ്റ് ചെയ്യും. നന്നായിട്ട് ഡ്രൈ ആവാനായിട്ടൊന്നും നിൽക്കണ്ട, കാര്യം ഇത് ഭയങ്കര പാടായിരിക്കും പിന്നെ പോകാനായിട്ട്. അല്ലെങ്കിൽ തന്നെ ഇത് നമ്മൾ കഴുകുന്ന സമയത്ത് നമ്മുടെ വാഷ്റൂം ഫുള്ള് കൊളാവും. അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനുണ്ട്. പക്ഷെ എന്നാലും നല്ല എഫക്റ്റീവ് ആണ്. അപ്പൊ ഇത് ഒരു മാസത്തിൽ 4 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ആ സ്പ്രേ ബോട്ടിലാക്കി വെച്ച കഞ്ഞോളം ഉണ്ടല്ലോ, അത് ഞാൻ എല്ലാ ദിവസവും തലയിൽ സ്പ്രേ ചെയ്യുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും സ്പ്രേ ചെയ്യുമായിരുന്നു. ഒരു 3 ദിവസമായിരിക്കും ഞാൻ ഒരു പ്രാവശ്യം എടുത്ത് വെക്കുന്ന കഞ്ഞോളം ഉപയോഗിക്കുക. എന്നിട്ട് ഞാൻ അത് കളഞ്ഞിട്ട് പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞോളം ഉള്ളിലേക്ക് ഇട്ട് വെച്ചിട്ടായിരിക്കും ഞാൻ ഉണ്ടാക്കുക. അല്ലാതെ ഞാൻ 3 ദിവസത്തിൽ കൂടുതൽ ഈ കഞ്ഞോളം ഇങ്ങനെ വെച്ചിക്കാറില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കഞ്ഞോളം നമുക്ക് തലയിൽ ഇടുകയാണെങ്കിൽ ഭയങ്കര സ്മെല്ലാണ്, ഒരു ഭയങ്കര ബാഡ് സ്മെല്ലാണെന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി ഉലുവ ഇടുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ എടുത്ത് പറയുകയാണ്, ഈ കഞ്ഞോളം ഞാൻ എല്ലാ ദിവസവും തലയിൽ സ്പ്രേ ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും തല വാഷ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ആ സമയത്ത് തല ഞാൻ ഇന്നും വാഷ് ചെയ്യായിരുന്നു. അതിപ്പോ നമ്മൾ പറഞ്ഞു കേട്ടില്ല ഈ ഡോക്ടേഴ്സ് ഒക്കെ നമുക്ക് എന്നും ഹെയർ വാഷ് ചെയ്യുന്ന അത്ര നല്ലതല്ല എന്നൊക്കെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതിൽ എനിക്ക് വർക്ക് ആയി എന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് മാത്രം വർക്ക് ആയ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളത് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്തെങ്കിലും പാച്ച് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് മാത്രമേ ട്രൈ ചെയ്യാവുള്ളൂ. കാര്യം നമുക്കറിയില്ലല്ലോ നമുക്ക് എന്തൊക്കെ ചെയ്താൽ നമുക്ക് റിയാക്ഷൻ വരും എന്നൊക്കെ. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ എന്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ കഞ്ഞോളം ഉപയോഗിച്ചിട്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, എനിക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അത്യാവശ്യം ഉള്ളൊക്കെ വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, ഞാൻ ഈ ഓർക്കുന്ന കാര്യങ്ങൾ അപ്പൊ അങ്ങ് പറയുവാണ്. കുറെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഹെയർ ലോസ് ഉണ്ടോ, ഹെയറിന് തീരെ തിക്നെസ് ഇല്ലല്ലോ, സ്കാൽപ്പ് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ചെറുപ്പം തൊട്ട് എന്റെ ഹെയറിന് അത്ര തിക്നെസ് ഒന്നും ഇല്ല. അത് എന്റെ രീതിയിൽ പറഞ്ഞാൽ ഞാൻ പറയും, നമുക്ക് ജെനറ്റിക്സ് വഴിയാണല്ലോ കുറെ കാര്യങ്ങൾ കിട്ടുന്നത്. അവിടുന്നും ഇവിടുന്നും എല്ലാം കൂടെ നോക്കിയിട്ട് കൊള്ളാത്ത സാധനങ്ങൾ എല്ലാം കൂടെ പറക്കിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതായത് ജെനറ്റിക്സ് വഴി കിട്ടിയതാണ് ഈ ഉള്ളില്ലാത്ത മുടി എന്നുള്ളത്. പണ്ട് തൊട്ടേ ഞാൻ പറഞ്ഞു, എനിക്ക് എത്ര ഹെയറിന് നീളം വെച്ചാലും ഉള്ള എനിക്ക് വെക്കില്ല. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അപ്പം ഇനി എന്തൊക്കെ ചെയ്താലും അത് മാറും എന്ന് എനിക്ക് തോന്നൂല്ല. ചിലപ്പോൾ ഞാൻ വല്ല ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മാറുമായിരിക്കും. തൽക്കാലം ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ എനിക്ക് മനസ്സൊക്കെ മാറിയിട്ട് വല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമെന്നുള്ള എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അതുപോലെ ഞാൻ ഈ എൻഗേജ്മെന്റിന് മുടി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ സത്യം പറഞ്ഞു എന്റെ വളരെ വലിയൊരു വാശിയായിരുന്നു കല്യാണത്തിന് എനിക്ക് എങ്ങനെയൊക്കെ പോയാലും മുടി വേണമെന്ന്. കാര്യം പണ്ടേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, കല്യാണം ആകുമ്പോഴേക്കും മറ്റേ തലേന്ന് ഭയങ്കര ഹെവി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തൊന്നും നിൽക്കണ്ട, സിമ്പിൾ ആയിട്ട് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിന്നാ മതി. എന്റേതായ ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെയാണോ ഞാൻ സാധാരണ രീതിയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാരി ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ തന്നെ നിന്നാൽ മതി. പണ്ടേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എപ്പോഴും വിചാരിക്കായിരുന്നു, മുടിയൊക്കെ കുറച്ച് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ തലേന്ന് വെറുതെ ഒരു സാരി ഒക്കെ കൊടുത്തിട്ട് നിന്നാൽ മതി. പക്ഷെ എനിക്ക് കല്യാണം ആകുമ്പോഴേക്കും എന്തായാലും മുടി വേണം. അപ്പൊ കഞ്ഞോളം ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് മുടി കിളിക്കുന്നതല്ല വളരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അത് കണ്ടിന്യൂ ചെയ്യാതായി. കാര്യം അതിന്റെ പേരിൽ എന്റെ വീട്ടിൽ വലിയ വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഞാനെപ്പോഴും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മയോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, അമ്മ കഞ്ഞോളം എടുത്ത് വെച്ചിട്ടുണ്ടോ മുടിയിൽ തേക്കാനായിട്ട്? അപ്പൊ അമ്മ പറയും, അയ്യോ മോളെ അത് പശുവിന് കൊടുത്തല്ലോ, കഞ്ഞോളം എടുത്ത് പശുവിന് കൊടുത്തൊക്കെ. ഞാൻ പറയും, ഇട്ട് തലത്തേക്കുള്ള കഞ്ഞോളം എടുത്ത് പശുവിന് കൊടുത്തോ? ഞാൻ കഞ്ഞോളം എടുത്ത് മാറ്റി വെക്കണം അമ്മയോട് പറയാറുണ്ട്. പക്ഷെ അമ്മ എന്റെ അടുത്ത് പശുവിന് കൊടുക്കും. അപ്പൊ ഇതിന്റെ പേരിൽ എപ്പോഴും അടിയായിരിക്കും. ഞാൻ കഞ്ഞോളം ചോദിക്കുന്നു, അമ്മ പശുവിന് കൊടുക്കുന്നു, കഞ്ഞോളം ചോദിക്കുന്നു, പശുവിന് കൊടുക്കുന്നു. അങ്ങനെ അവസാനം എനിക്ക് മനസ്സിലായി, ഞാൻ ഈ കഞ്ഞോളം തേക്കുന്ന പരിപാടി നിന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ എന്നും അടിയായിരിക്കും. പിന്നെ ഞാൻ നോക്കിയൊരു സംഭവമായിരുന്നു നമ്മളുടെ റോസ്മേരി വാട്ടർ. കാര്യം അത് ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ട്രെൻഡിങ് ആയിരുന്നല്ലോ, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഒരു ബ്രാൻഡും കാര്യങ്ങളും ഒന്നും വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഓൺലൈനിൽ നിന്ന് തന്നെ റോസ്മേരി ഡ്രൈഡ് ലീവ്സ് കിട്ടുമല്ലോ, അത് വാങ്ങിച്ചിട്ട് വീട്ടിൽ തന്നെ വെള്ളത്തിൽ തിളപ്പിച്ച് അതൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഞാൻ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഞാൻ കുറെ നാൾ ഉപയോഗിച്ച് നോക്കി, പക്ഷെ പ്രത്യേകിച്ച് ഒരു ഗുണവും എനിക്ക് ഉണ്ടായില്ല. അങ്ങനെ ഞാനത് നിർത്തി. പിന്നെ അതുപോലെ ഞാൻ ചെയ്തൊരു കാര്യമായിരുന്നു അലോവേര. നമ്മൾ പലരും പറഞ്ഞു കേൾക്കുമല്ലോ, അലോവേര ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി വളരും, അലോവേര സ്കിന്നിന് നല്ലതാണ് എന്നൊക്കെ. എനിക്ക് രണ്ടിലും എനിക്ക് ഉപകാരം പെട്ടിട്ടില്ല. കാര്യം ഞാൻ എപ്പോഴൊക്കെ അത് മുഖത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്ക് സ്കിന്നിലെ റാഷസ് വരാറുണ്ട്, ഇച്ചിങ് ഉണ്ടാവാറുണ്ട്. മുടിയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും മുടിയിൽ പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. എന്നെ എന്റെ വീട്ടിൽ ഒരുപാട് അലോവേര ഉണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് നോക്കുന്നത്. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഉലുവ പോലത്തെ പാക്ക് ഒക്കെ ഉണ്ടാക്കുമല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് അലോവേര പിച്ചിട്ട് അതിന്റെ ആ ഒരു ഫ്ലഷ് എടുത്തിട്ട് ഇതിലേക്ക് ഇടാറുണ്ട്. അപ്പൊ അലോവേര എനിക്ക് സ്യൂട്ട് ആയിട്ടില്ല. അങ്ങനെ ഞാൻ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കുറെ ഈ ഫോറിനേഴ്സിന്റെ വീഡിയോ കാണും. അത് പണ്ട് ഇവിടെ ഇരുന്ന് കാണാറുണ്ട്. അങ്ങനെ ഇരുന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, അവിടെയുള്ള മിക്ക ആളുകളും ഈ ഹെയർ ഓയിൽ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതും പല നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പലതരം പേരിലുള്ള ഓയിലുകളൊക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ അതും കൂടി ഇനി ട്രൈ ചെയ്ത് നോക്കാം. അന്നാ 7th പഠിച്ചപ്പോ ഇതുപോലെ എണ്ണ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഹെയർ പാക്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ മുടി ഡ്രൈ ആവാതിരിക്കാനായിട്ട് കൈ
കിട്ടുന്ന ഏതെങ്കിലും ഒരു എണ്ണ എടുത്ത് തേക്കുമായിരുന്നു. അല്ലാതെ ഞാൻ സ്ഥിരമായിട്ട് എണ്ണ തേക്കുന്ന ഒരാളെ അല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് കുറെ അന്വേഷിച്ച് ഹെയർ ഗ്രോത്തിന് എന്തൊക്കെ സാധനങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. ഇത് ആക്ച്വലി റോസ്മേരി ഹെയർ ഓയിൽ ആണ്. റോസ്മേരി കൊണ്ട് എനിക്ക് മറ്റേ രീതിയിൽ ഉപകാരം ഉണ്ടായില്ലെങ്കിലും ഈ രീതിയിൽ ഉപകാരം ഉണ്ടായി. ഞാനിപ്പോ കഴിഞ്ഞ ഏകദേശം ഒരു 2 വർഷമായിട്ട് ഈ ഒരു എണ്ണ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ എണ്ണ തേക്കുന്നത് കൊണ്ടല്ല നമുക്ക് മുടി വളരുന്നത്, നമ്മൾ എണ്ണ തേക്കുമ്പോൾ കൊടുക്കുന്ന മസാജ് കൊണ്ടാണ് വളരുന്നത്. അപ്പൊ ചിലപ്പോൾ ആളുകൾ പറയുന്ന പോലെ ഈ ഒരു മസാജിലും ആയിരിക്കാം നമുക്ക് എന്താണ് ഹെയർ വളരുന്നത്. പക്ഷെ ഈ ഒരു എണ്ണ തേച്ചതിന് ശേഷമാണ് എനിക്ക് മുടി വളരാനായിട്ട് തുടങ്ങിയത്. അപ്പൊ നമുക്ക് എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. എണ്ണയൊക്കെ ഉണ്ടാക്കാം, പക്ഷെ അതുണ്ടാക്കാനുള്ള സാധനം ഇല്ലാതെ മാത്രം. കാര്യം നമുക്ക് എപ്പോഴും ഒരു ഗ്ലാസ് ജാർ അല്ലെങ്കിൽ ഗ്ലാസിന്റെ എന്തെങ്കിലും കുപ്പി ആയിരിക്കാം വേണ്ടേ. പ്ലാസ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ ജാർ ഒന്നും കളയാറേ ഇല്ല. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഗ്ലാസ് ജാർ കിട്ടും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് ചെയ്യുന്ന. പക്ഷെ ഇവിടെ ഞാൻ പണ്ടൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്തൊരു ക്യുക്കമ്പറിന്റെ ഏതാണ്ട് ഒരു ഉപ്പിലിട്ടൊരു സാധനം ഇരിപ്പുണ്ട്. അപ്പൊ അതിന്റെ അത്യാവശ്യം വലിയൊരു കുപ്പിയാണ്, ഒരു ജാറ് പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ അതിൽ സാധനം ഉണ്ട്, അതല്ലാതെ വേറെ ഒന്നും ഇല്ല. അപ്പൊ ഞാനിപ്പോ വിചാരിക്കുന്നത് ആ സാധനം എടുത്ത് വേറെ എന്തെങ്കിലും എടുത്തിട്ടിട്ട് ആ ഒരു വലിയ കുപ്പി എടുക്കാം എന്നാണ്. പക്ഷെ ഇവിടെ ഉള്ള ഈ വീട്ടിലുള്ള ആളുകളൊക്കെ തിരിച്ചു വന്നിട്ട് ആ സാധനം എപ്പോഴെങ്കിലും കഴിക്കാനായിട്ട് നോക്കുമ്പോൾ കുപ്പിക്കകത്ത് എണ്ണ ആയിരിക്കും എന്ന് മാത്രം. പക്ഷെ എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ അത് തന്നെ എടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പോയിട്ട് അത് എടുക്കട്ടെ. ഇതല്ലാതെ വേറെ ഈ ഒരു സൈസിലുള്ള വേറെ ഒരു സാധനം ഈ വീട്ടിലില്ല. എന്തായാലും എടുത്തല്ലോ, ഒരെണ്ണം നമുക്ക് കഴിച്ചു നോക്കാം. ഇതിലേക്ക് ഏകദേശം ഒരു 5-6 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ബാക്കി വേറെ എന്തെങ്കിലും ഇട്ട് വെക്കാം, അല്ലാതെ വേറെ വഴിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മൊത്തം ഒന്ന് കഴിച്ചിട്ട് കാലിയാക്കിയിട്ട് എണ്ണ ഉണ്ടാക്കായിരുന്നു. കുഴപ്പമില്ല, അത് താഴെപ്പോയി. ഇത് എന്തിലെങ്കിലും മാറ്റിയിട്ട് നമുക്കിത് കഴുകിയിട്ട് തുടച്ചിട്ടൊക്കെ എണ്ണ നമുക്ക് ഉണ്ടാക്കാം. ഈ വീഡിയോ മുഴുവനായിട്ട് എനിക്ക് പുറത്ത് വെച്ചെടുക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അതിനെന്തെങ്കിലും പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് ഈ എണ്ണ ഉണ്ടാക്കുന്നെങ്കിലും പുറത്ത് വെച്ച് കാണിക്കാന്ന് പറഞ്ഞാണ് ഇതെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് വന്നത്. ഇവിടെ പുറത്ത് വന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ പ്ലെയിൻ പൊയ്ക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കും. ഇത് ഒന്നുമല്ലെന്നുണ്ടെങ്കിൽ കാറ്റടിച്ചോണ്ടിരിക്കും. ഞാനിപ്പോ ഇവിടെ വന്നിരുന്നിട്ട് ഒരു 10-15 മിനിറ്റിലായി കാണും. ഇതൊക്കെ ഒന്ന് നിന്നിട്ട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റണ്ടേ. അപ്പൊ ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചോണ്ടിരുന്ന സമയം കളയുന്നില്ല. കാര്യം എപ്പോ വേണേലും ഒരു ഫ്ലൈറ്റോ ട്രെയിനോ പോയിന്ന് വരാം. ഞാനിപ്പോ എന്നിട്ട് എന്റെ സകല ശബ്ദം എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. നമ്മളിത് ആ ബോട്ടിൽ കഴുകി അത്യാവശ്യം നന്നായിട്ട് ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ പുറത്തുള്ള ലേബിൾ ഞാൻ പറ്റുന്ന അത്ര കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഉണ്ടാക്കാൻ വേണ്ട സകല സാമഗ്രികൾ ഞാൻ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം എണ്ണ ഉണ്ടാക്കാം. നിങ്ങൾ ജാറ് കഴുകി കഴിയുമ്പോഴേ നന്നായിട്ട് അത് ഉണക്കി എടുക്കാനായിട്ട് ശ്രമിക്കണേ. പിന്നെ ഇത് ഞാൻ ഈ എടുത്തിരിക്കുന്ന എണ്ണ എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നമുക്ക് റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് ആണ് വേണ്ടത്. അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയാണ് കരിഞ്ചീരകം. കരിഞ്ചീരകം ഞാൻ അമ്മ എടുത്ത് വാങ്ങിച്ച് കൊടുത്തുവിടാൻ പറഞ്ഞാണ്. ഇത് അമ്മ ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. പിന്നെ ഇത് നമ്മുടെ മെയിൻ എണ്ണയായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്ന ആൽമണ്ട് ഓയിലാണ്. പണ്ടൊക്കെ ഞാൻ നമ്മുടെ കോക്കനട്ട് ഓയിൽ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഹെയറിന് കുറച്ചുകൂടെ നല്ലത് ആൽമണ്ട് ഓയിലാണെന്ന്. ഇതിന്റെ എല്ലാം വാങ്ങി ലിങ്ക് ഞാൻ കൊടുത്തേക്കാമേ. എണ്ണ കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇത് നമ്മുടെ കാസ്റ്റർ ഓയിലാണ്, നമ്മുടെ ആവണക്കെണ്ണ. പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കൂടി വേണം. ഇത് പൊട്ടിച്ചൊഴിക്കുന്നതാണ് പാട്. അപ്പതേ ഇത്രയുള്ള സംഭവം. അപ്പതേ നമ്മുടെ എണ്ണ ഉണ്ടാക്കുന്നത് ഇത്രയേ ഉള്ളൂ. പക്ഷെ എനിക്കിവിടെ എണ്ണ കുറച്ച് കുറഞ്ഞു പോയി. ഞാൻ ഉപയോഗിച്ച പോലത്തെ ഒരു 2 ബോട്ടിലൂടെ എക്സ്ട്രാ വേണമായിരുന്നു എണ്ണ. കുഴപ്പമില്ല, ഞാൻ ഇതേ എണ്ണ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചോളാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. എണ്ണയും നമ്മൾ ഇട്ട ആ ഒരു സാധനങ്ങളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു സാധനം നമ്മളുടെ കിച്ചണിലോ എവിടെയെങ്കിലും വെക്കാം. എന്നിട്ട് ഒരു 30 ദിവസം, 1 മാസമാണ് ഞാൻ ഇതിങ്ങനെ വെച്ചിരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഞാൻ എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാറുണ്ടായിരുന്നു. എന്നിട്ട് 30 മാസമല്ല 30 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു സാധനം അരിച്ച് ഒരു വേറെ ഏതെങ്കിലും ബോട്ടിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ ഉപയോഗിക്കാം. മൊത്തത്തിലെടുത്ത് ചൂടാക്കരുത്, ഉപയോഗിക്കുന്ന എണ്ണ മാത്രം എടുത്ത് ചൂടാക്കാം. രണ്ടാമത്തെ രീതി എങ്ങനെയാന്ന് വെച്ചാൽ അത് ഞാൻ ഇപ്പൊ കല്യാണ സമയത്ത് ഉണ്ടാക്കിയപ്പോ അങ്ങനെയാണ് ഉണ്ടാക്കിയത്. കാര്യം എനിക്ക് 1 മാസം വെച്ചിരിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ ഉണ്ടാക്കിയ സാധനം എല്ലാ ദിവസവും പുറത്തെടുത്ത് വെച്ചിട്ട് വെയിൽ കൊള്ളിക്കായിരുന്നു. അതായത് നമ്മൾ ഈ ഒരു ബോട്ടിൽ ഉണ്ടാക്കി വെച്ചത് ഒരു രാവിലെ അത്യാവശ്യം വെയിൽ വരുന്ന ഒരു സമയത്ത് പുറത്തേക്ക് എവിടെയെങ്കിലും എടുത്ത് വെക്കുക. എന്നിട്ടൊരു വൈകിട്ട് ഒരു 3 മണി 2:30-3 മണിക്കാകുമ്പോഴേക്കും എടുത്ത് തിരിച്ചകത്തേക്ക് വെക്കാം. അങ്ങനെ ഒരു 1 ആഴ്ചയോ 2 ആഴ്ചയോ ചെയ്തിട്ട് നമുക്ക്
ഉപയോഗിക്കാൻ തുടങ്ങാവുന്നതാണ്. ഈ രണ്ട് രീതിയിൽ എണ്ണ ഉണ്ടാക്കിയിട്ട് എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയാണ്. ഇത് നമ്മളൊരു നവംബർ തൊട്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഇപ്പൊ ചേട്ടനും ഇത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇത് നിറച്ചുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഇത്ര മാസം ഉപയോഗിച്ചിട്ടും ഇന്നത് ഇത്ര കൂടുണ്ട്. ഇത് ഞാൻ എപ്പോഴും ഇതുപോലത്തെ ഒരു സാധനത്തിനകത്ത് ഒഴിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ എണ്ണ തേക്കുന്നില്ലാതെ മുടിക്ക് വേണ്ടി വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നും കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എണ്ണ തേക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ആ മസാജ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല എങ്കിലും പണ്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ രാത്രിയിൽ മുടി ഇങ്ങനെ ഇവിടെ ആയിരിക്കും കെട്ടിവെക്കുക. അതിങ്ങനെ ഭയങ്കര ലൂസ് ആയിട്ടായിരിക്കും കെട്ടിവെക്കുക, ടൈറ്റ് ആയിട്ട് ഒരിക്കലും കെട്ടിവെക്കില്ല. പിന്നെ രണ്ടവർക്ക് പിന്നെ ഇടാം. പക്ഷെ ഞാൻ പിന്നെ ഇട്ടാലും ഉണ്ടല്ലോ, എഴുന്നേക്കുമ്പോഴേക്കും മുടി എല്ലാം ഇങ്ങനെ ഊരി പോയിട്ട് ഒരുമാതിരി പ്രാന്തിയെ പോലെ, അല്ലെങ്കിലും പ്രാന്തിയെ പോലെയാണ് എഴുന്നേറ്റ് വരുന്നത്. എന്നാലും ഇവിടെ കെട്ടിവെക്കുമ്പോൾ കുറച്ച് പ്രാന്തിലൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയിരിക്കും ചെയ്യാം. എന്നിട്ട് രാവിലെ എഴുന്നേക്കുമ്പോഴേക്കും നമ്മൾ ആ കെട്ടിവെച്ച് മുടി ഒന്ന് അഴിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ മസാജ് ചെയ്യും. ചിലപ്പോൾ മസാജ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കും. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഞാൻ വീട്ടിൽ വെച്ചിട്ട് എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അതെനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ മുടിയുടെ ചെടയൊക്കെ കളഞ്ഞിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ കെട്ടിവെക്കും. പിന്നെ ഞാൻ എണ്ണ തേക്കുന്നത് ആഴ്ചയിൽ 2 പ്രാവശ്യമായിരിക്കും. ഈ എണ്ണ തേക്കും ഒരു 2-2.5 മണിക്കൂർ ആയിരിക്കും. ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ ഞാൻ എണ്ണ തേച്ചിട്ട് നിൽക്കാറുണ്ട്. അല്ലാതെ ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരിക്കലും എണ്ണ തലയിൽ വെക്കാറില്ല. എണ്ണ തേച്ചിട്ട് ആ ഒരു 2.5-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഹെയർ വാഷ് ചെയ്യും. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഷാമ്പു ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾ ഷാമ്പു ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഹെയർ ലെങ്തിൽ ഒരു കണ്ടീഷണർ ഇടാനായിട്ട് നോക്കുക. എന്നെ നല്ല ഡ്രൈയും ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ഹെയർ സിറം ഉപയോഗിക്കാം. ഹെയർ അങ്ങോട്ട് കഴുകി ഉണങ്ങി കഴിയുമ്പോഴേക്കും. അല്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പ് ചെറിയൊരു നനവൊക്കെ ഉള്ളപ്പം ആ ഒരു ഹെയർ സിറം ഉപയോഗിക്കാം. ഈ ഹെയർ സിറം നിങ്ങളുടെ കയ്യിലെങ്കിലും കുഴപ്പമില്ല. ഈ എണ്ണയോ അല്ലെങ്കിൽ കയ്യിലുള്ള ഏതെങ്കിലും ഒരു എണ്ണ നമ്മുടെ എൻഡിൽ ചെറുതായിട്ട് തേച്ചു കൊടുത്താലും മതി. പിന്നെ ഞാൻ ചെയ്തു തുടങ്ങിയ ഒരു കാര്യമായിരുന്നു നമ്മുടെ മുടിയിൽ മറ്റേ തോർത്ത് ഉപയോഗിക്കാതെ മൈക്രോ ഫൈബറിന്റെ ടവൽ ഉപയോഗിക്കുക എന്നുള്ളത്. അതിന്റെ തന്നെ നമുക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബട്ടൺ ഒക്കെ ഉള്ള ഒരു സാധനം ഉണ്ട്. അതാണ് ഞാൻ ഇപ്പൊ കുറെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഉപയോഗിക്കുന്നതിന്റെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ കൊടുക്കാമേ. പിന്നെ എന്റെ ഒരു സ്വഭാവത്തിന് രാവിലെ കുളിക്കാറില്ല എന്ന് പറഞ്ഞില്ലേ, എനിക്ക് രാത്രിയിലാണ് കുളിക്കാൻ പറ്റിയ ഒരു ടൈം. അപ്പൊ എന്റെ പോലത്തെ സ്വഭാവമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തല രാത്രിയിൽ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കുറച്ചൊന്ന് ഉണങ്ങാനായിട്ട് ശ്രമിക്കാം. മുടി ഉണങ്ങിയിട്ട് മാത്രം കിടന്നുറങ്ങാൻ, നനഞ്ഞ മുടി വെച്ചിട്ട് കിടന്നുറങ്ങരുത്. പിന്നെ ഈ മുടി നനഞ്ഞിരിക്കുമ്പോ തന്നെ ചീപ്പൊക്കെ ഇട്ട് ചീപ്പി തലയിലുള്ളതെല്ലാം കൂടെ പറിച്ച് കളയരുത്. അതൊന്ന് ഉണങ്ങിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുക എന്താന്ന് വെച്ചാൽ, ഉണങ്ങി കഴിയുമ്പോഴേക്കും മുടി കൈ വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ചെടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കളയായിരിക്കും ചെയ്യുക. പിന്നെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴായിരിക്കും എപ്പോഴും ചീപ്പ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ആയിരിക്കും എന്തെങ്കിലും ഉടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാം. അതുപോലെ മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ എന്തെങ്കിലും ഒരു ഹെയർ മാസ്ക് തലയിലിടുക, കുറച്ച് മോയ്സ്ചറൈസിംഗ് ആയിട്ടൊക്കെ ഉള്ളത്. ഇതിപ്പോ പുറത്തുനിന്ന് തന്നെ വാങ്ങിയിട്ടൊന്നും ഇടണം എന്നില്ല. ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടല്ലായിരുന്നു ഇടുന്നത്. ഞാൻ പറഞ്ഞ ഈ ഉലുവ ഞാൻ ഇടാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അലോവേരയും തൈരും നമ്മുടെ പഴം ഉണ്ടല്ലോ അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ തലയിൽ പാക്ക് ആയിട്ട് ഇടാറുണ്ടായിരുന്നു. പിന്നെ മുടി ഇടയ്ക്കിടയ്ക്ക് ആ ഒരു എൻഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, സ്പ്ലിറ്റൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ മുടിയിൽ അധികം ഹീറ്റ് വെച്ചിട്ടുള്ള സ്റ്റൈലിംഗ് ടൂൾസ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക. ഇപ്പൊ ഞാനാണെങ്കിൽ ഇടയ്ക്കൊക്കെ മുടി സ്ട്രെയിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒക്കെ കിട്ടും. അതൊക്കെ വാങ്ങിയിട്ട് മാത്രം ഈ സ്ട്രെയിറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുക. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഞാൻ മുടിക്ക് വേണ്ടി ചെയ്യാറുള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഞാൻ ഹെയറിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. പണ്ട് എപ്പോഴും സ്പാ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരു ട്രീറ്റ്മെന്റ്സ് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ. മെയിൻ ആയിട്ട് ഈ ഒരു ഹെയർ ഓയിൽ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് മാത്രം നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ ചെയ്തു, എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് വെച്ചിട്ട് നിങ്ങൾ എടുത്ത് ചാടി ചെയ്യാതിരിക്കുക. എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പൊ ബൈ.